നോർമലായി നമ്മുടെ നാട്ടിലൊക്കെ വാങ്ങിക്കാൻ കിട്ടാവുന്ന ഒരു ചാർജറിൻ്റെ ഒരു ബോർഡാണിത്. ഈ ബോർഡ് അത്യാവശ്യം നല്ല ബോർഡ് തന്നെയാണ്. അത് അഴിച്ചു നോക്കുമ്പോൾ മനസ്സിലായി. അത്യാവശ്യം നല്ല പ്രിൻ്റഡ് കാര്യങ്ങളും പിന്നെ കമ്പോണൻസൊക്കെ നല്ല ക്ലിയറായിട്ട് ഉള്ളൊരു ബോർഡാണ്. ഇതിന് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഈ ചാർജറിൻ്റെ ഒരു വൈറ്റ് കേസ് ചാർജറായിരുന്നു. നേരെ അടുപ്പിൽ വീണ സാധനം പൊളിച്ചഴിച്ചെടുത്ത് ഇതിൻ്റെ ബോർഡാണത്. ഈ ബോർഡിൽ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. ഈ 2 പോയിൻ്റാണ് കണക്ഷൻ കൊടുക്കുന്നത്. അതായത് ഈ 2 പോയിൻ്റ്. ഇതിൽ 200 വോൾട്ട് AC കൊടുത്താൽ ഇതിൻ്റെ ഈ ബാക്ക് സൈഡിൽ നിന്ന് ഈ USB-യുടെ 5 വോൾട്ട് ഔട്ട് കിട്ടും. ഇതിലൊരു ഇൻഡിക്കേറ്റർ ഉണ്ട്, ചെറിയ LED. അത് ഇതിൽ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞ് ഓണാക്കിയാൽ ഇത് ലൈറ്റ് തെളിയും. അപ്പോൾ ഈ ബോർഡിന് യാതൊരു കംപ്ലൈൻറ്റും ഇല്ലയെന്ന് ഉറപ്പായ സ്ഥിതിക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിന് വല്ല പവർ ബാങ്കോ അതിനൊക്കെ കണക്ഷൻ കൊടുക്കാനും ഇതിൽ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ഇതിലൊക്കെ വോൾട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ മെഷർ ചെയ്തിട്ട് മാത്രമേ ഇത് നോക്കാൻ പാടുള്ളൂ. മറ്റുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ നമുക്കൊരു ചെറിയ 5 വോൾട്ടിൻ്റെ ഒക്കെ ഒരു സപ്ലൈ ആവശ്യമുണ്ടെന്ന് വെച്ചാൽ ഇതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഏകദേശം ചെറിയ കമ്പോണൻസ് എടുക്കാനും അതേപോലെ ഇനിയിപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് ചാർജറിൻ്റെ ആവശ്യം വന്നാൽ ഇതിനെ കണക്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് ഉപയോഗിക്കാനുള്ള ഒരു ചെറിയൊരു സെറ്റപ്പ്. ഈ ബോർഡ് നല്ലൊരു ക്ലിയർ ബോർഡായതുകൊണ്ട് ചെക്ക് ചെയ്തപ്പോൾ കുഴപ്പമില്ല തോന്നിയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഇതേപോലെ ചാർജറൊക്കെ വല്ല കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ നേരിട്ട് കണക്ഷൻ കൊടുക്കാതെ കംപ്ലീറ്റ് അഴിച്ച് ബോർഡ് നല്ല ബോർഡാണ് വെച്ചാൽ എടുത്ത് മാറ്റി വയ്ക്കുക. പിന്നെ അത് കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് ഇല്ലെങ്കിൽ ടിന്നറൊക്കെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഫുൾ ക്ലീൻ ചെയ്തതിന് ശേഷം ചെയ്യുക. അതാകുമ്പോൾ നമുക്ക് അത്യാവശ്യം ഇനി പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചാർജർ കംപ്ലൈൻറ്റോ മറ്റുള്ള ചാർജർ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ വരികയാണെന്ന് വെച്ചാൽ നമുക്കിതിൽ സൂട്ടാക്കി കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി എടുത്ത് വെച്ച ബോർഡാണിത്. ഏകദേശം ആ ചാർജറിനന്ന് ഏകദേശം ഒരു 300 രൂപ വില ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കിട്ടിയ സ്ഥിതിക്ക് ഇനി നമുക്കത് അവർക്കിത് ഉപയോഗിക്കാൻ ശരിക്കും പറ്റില്ല. നമ്മൾ വല്ല കേസിലായി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് താൻ കയ്യിൽ വെച്ചെന്ന് പറഞ്ഞിട്ട് നമ്മളെ കയ്യിൽ തന്നതാണ്. ഞാൻ തന്നെയാണ് ഇത് അഴിച്ചു കൊടുത്തത്. അപ്പോൾ അവർക്ക് ഇങ്ങനെ കാണുമ്പോൾ അതേപോലെ ഇതിൽ കണക്ഷൻ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർക്കൊരു പേടി. അതുകൊണ്ട് നമ്മൾ തന്നെ കയ്യിൽ വെച്ച്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.